നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ, ചായ. പാതി വഴിയിൽ തനിച്ചായ നേരത്ത് കൂട്ടിനായി വന്നൊരു പെൺകിളിയേ, ഇനി മുതൽ നമ്മൾ ഒന്നാണല്ലോ, ഈ ജന്മമിനി നിനക്കായി മാറ്റിവെക്കാം. അച്ചൂട്ടി, വലിയളിയന്റെ പ്രണയഗാനാണല്ലോ കേൾക്കുന്നത്. അടുത്ത മിസൈൽ കൊണ്ടായിരിക്കും വരവ്. വാ നോക്കാം. അമ്മക്കിളി, അമ്മക്കിളി, അയ്യോ പ്രണയ നാവിന്ന് പോകുന്നില്ല. അമ്മേ, അമ്മേ. എന്താടാ പാട്ടൊക്കെ പാടിയാണല്ലോ വരവ്? അത് ഞാൻ എന്റെ പെൺകിളിക്ക് വേണ്ടി പാടിയതല്ലേ. ഓ, എന്റെ കല്യാണം ഈ കുട്ടനാട്ടുകാര് എന്ന് ഓർത്ത് വെക്കണം. അതുപോലെ വേണം നടത്താൻ. അതുപോലെ തന്നെ നടക്കും മോനെ. നിന്റെ കല്യാണം ഗംഭീരായിട്ട് നടക്കും. ശ്രേയ മേഡം കല്യാണമൊക്കെ തടിച്ച് എല്ലാരെയും വിളിക്കാൻ തുടങ്ങി. ആണോ? ആ, എന്റെ മരുമോട് മിടിക്കുക. സന്തോഷായടാ എനിക്ക്. ആ സന്തോഷം എനിക്കില്ല. എന്താടാ? അവിടെ ഓരോരുത്തരായി ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ കണ്ടില്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ കഥകൾ ആലോചിക്കുന്ന പോലെ ചാരുകസേനയിൽ ഇരുന്ന് ആലോചനയല്ലേ. ഒരേ ബീഡിയുടെ കുറവുകൂടുണ്ട്. അതുകൊണ്ട് കല്യാണ കത്തിന്റെ പ്രൂഫ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ അത് വായിക്കടാ, അമ്മ കേക്കട്ടെ. പ്രിയരെ, ആയിരപ്പറ വീട്ടിൽ ബാലചന്ദ്രന്റെയും ബ്രാക്കറ്റിൽ ബാലൻ മാഷ് എന്ന് വെച്ചിട്ടുണ്ട്. ഹേമലതയുടെ മകനായ അരവിന്ദ് ബാലൻ വിവാഹിതനാകുന്നു. വധു ശ്രേയ രാജേശ്വരി, ബ്രാക്കറ്റിൽ ചീഫ് എഞ്ചിനീയർ എന്ന് വെച്ചിട്ടുണ്ട്. വധു ഡോക്ടർ ഓഫ് രാജേശ്വരി മേനോൻ, ചിറ്റെഴുത്ത് വീട്, വിവാഹവേദി വൃന്ദാവൻ കൺവെൻഷൻ സെന്റർ, കിടങ്ങറ, ആലപ്പുഴ ബൈപ്പാസ്. മുഹൂർത്തം രാവിലെ 10:30 11:30 മധ്യേ. അന്നേ ദിവസം താങ്കളുടെയും കുടുംബത്തിന്റെയും മഹനീയമായ സാന്നിധ്യം വധൂവരന്മാർക്ക് അനുഗ്രഹമേകുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം ആകാശ് ബാലൻ ആൻഡ് ചാരുലത. അച്ചൂട്ടി, നമ്മുടെ പേരില്ലല്ലോ, ഇനിയിപ്പോ മറന്നുപോയതാണോ? എന്തിനാ നമ്മുടെ പേര്? മിണ്ടാതിരുന്നോണം, എന്റെ വായിന്നൊന്നും കേക്കണ്ട. അളിയോ, അളിയൻ പറഞ്ഞാൻ കേട്ടു. അളിയന്റെ പേരുണ്ട്. ശ്രീ രമേശ് പായ്പാടൻ, ഭാവി വൈസ് പ്രസിഡന്റ്. അശ്വതി, അനശ്വര, എല്ലാവരുടെയും പേരുണ്ട്. ആരെല്ലാം വിട്ടുവിടണമേ. നന്നായിട്ടുണ്ട്, എല്ലാരും ഉണ്ട്. അമ്മയും മോനും ചേർന്ന് ഇവിടെ ഉള്ളവരെ വീണ്ടും നാണം കെടുത്താനുള്ള പരിപാടിയാണോ? നിങ്ങൾ എന്തിനാ ഈ ചാടി കടിക്കുന്നേ? ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേർക്കാവുന്നതല്ലേ ഉള്ളൂ. ആരുടെയും പേരൊന്നും വിട്ടുപോയിട്ടില്ല. എന്റെ പേര് കല്യാണക്കത്തിൽ കൊണ്ടുവച്ചത് എന്തിനാ ചോദിച്ചത്? അതെന്ത് ചോദ്യാ മാഷേ? വരന്റെ അച്ഛന്റെ പേര് കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു രീതി. ഇനി ജീവനോട് ഇല്ലായിരുന്നെങ്കിൽ പരേതനായ എന്ന് കൊടുക്കായിരുന്നു. നിന്റെയും നിന്റെ തള്ളയുടെ തീരുമാനം അനുസരിച്ചല്ല ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കേണ്ടത്. ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് കത്തിൽ കൊടുത്തത്? ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കണം. എന്റെ പേര് കൊടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. എന്റെ പേര് മാത്രമല്ല, ഈ വീട്ടിൽ ആരുടെ പേരും വരാൻ പാടില്ല. ആഹാ, അത് പറയേണ്ടത് നിങ്ങളല്ല. എല്ലാവരുടെ അഭിപ്രായം പറയാൻ നിങ്ങളാരാ? അശ്വതി, അനു ഒക്കെ അരവിന്ദന്റെ സഹോദരങ്ങളാ. രമേശ് അവന്റെ അളിയനാ. അതുകൊണ്ട് പേര് വെച്ചു. അതിപ്പോ സഹിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്യരുടെ ആരുടെയും പേര് ഇതിനകത്ത് വെച്ചിട്ടുമില്ല. അമ്മേ, അച്ഛൻ പറഞ്ഞാലേ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന്റെ ലെറ്ററിൽ ആരുടെയും പേര് വേണ്ട. എന്തോടി? അമ്മ കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ പേര് ഈ ലെറ്റർ വേണ്ട.
ആഹാ, അമ്മയുടെ മോനോട് പറഞ്ഞ് എന്റെ പേര് മാറ്റാൻ പറ. ദേ, ഇല്ല, ആരുടെയും പേര് മാറ്റാൻ പോകുന്നില്ല. നീക്ക് എന്ത് ചെയ്യൂടി?